ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ സാറേ. നിങ്ങൾ മൈസൂർ ബസ്സിലെ കണ്ടക്ടറാണോ? അതെ. നിങ്ങളെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ റിസർവേഷൻകാരോ? അതെ, എന്താ കാര്യം? ഹലോ, നമസ്കാരം. നമ്മൾ KSRTC ബസ്സിൽ ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബസ്സിൽ വരുന്ന കണ്ടക്ടറുടെ നമ്പർ നമുക്ക് തരും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാൻഡിൽ നിന്നല്ല കയറുന്നത്, വഴിയിൽ നിന്നാണ് കയറുന്നതെന്ന് വെച്ചോ. അപ്പോൾ ബസ് എവിടെ എത്തി, അല്ലെങ്കിൽ ബസ് എപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എത്തും എന്നുള്ള വിവരം തിരക്കാൻ വേണ്ടിയാണ്. എന്താ സാറ് ഫോണിൽ പറയുന്നത്? നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അത് തന്നെ സാറേ. അത് മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ഈ സമയത്ത് കണ്ടക്ടർ അയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാത്തു നിന്ന് പോവുക, അതേ നിവർത്തിയുള്ളൂ. ഇതെന്ത് വെള്ളരിക്കാ പട്ടണോ? അതെ, വെള്ളരിക്കാ പട്ടണം. ആദ്യം നമ്മൾ കേട്ടത് മൈസൂർ വണ്ടിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന കണ്ടക്ടർ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ രണ്ടാമത് മൊബൈൽ ഓണായപ്പോൾ വിളിച്ച് ചോദിക്കുന്ന ഒരു സംഭാഷണ ശകലമാണ് നമ്മൾ കേട്ടത്. അത്രേ നിങ്ങൾ കേട്ടോളൂ, മുഴുവനായിട്ട് കേൾക്കാം. അതിന് മുമ്പ് ഒരു വളരെ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ കുന്നപ്പുഴയിൽ, അതായത് നമ്മുടെ നേമമണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലമാണ് ഈ കുന്നപ്പുഴ. നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയുടെ മണ്ഡലമാണ്. മഴ വന്നപ്പോഴത്തേക്ക് അവർക്ക് യാത്രാ സൗകര്യം മുട്ടി. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ശിവൻകുട്ടി മന്ത്രിയുടെ അഭാവത്തിൽ വാട്ടർ മെട്രോ ഉദ്ഘാടനം നടത്തി. ഇപ്പോൾ കുന്നപ്പുഴയിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ വാട്ടർ മെട്രോ വന്നതിന് ശേഷം. അതേപോലെ തൊട്ടപ്പുറത്ത് പൂജപ്പുര മൈതാനം, അവിടെ കംപ്ലീറ്റ് വെള്ളം കിട്ടിയപ്പോഴത്തേക്ക് കൊച്ചുകുട്ടികളുടെ ഫുട്ബോൾ ടീമൊക്കെ ഉണ്ട്. അവരാകപ്പാടെ പരാതിയായി, ആകപ്പാടെ ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് സർക്കാരും കേരള സ്പോർട്സ് കൗൺസിലും കൂടെ ചേർന്ന് അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുട്ബോളല്ല, വാട്ടർ ഫുട്ബോൾ. അതൊരു പ്രത്യേകതരം കളിയാണ്. No, 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 no. അങ്ങനെ വാട്ടർ ഫുട്ബോളിലൂടെ ആ പിള്ളേർക്ക് വളരെ സന്തോഷമായി. അതേപോലെ തന്നെ ക്രിക്കറ്റ് ടീമും ഉണ്ട്, അവർക്കും ഒരു നിവൃത്തിയില്ല കളിക്കാനായിട്ട്. അങ്ങനെ പുതിയ തരം ക്രിക്കറ്റ് കളിയും ആരംഭിച്ചു. ഈ നമുക്ക് ക്ലീൻ ബൗൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ചെന്ന് സ്റ്റമ്പിൽ കൊണ്ടാൽ മാത്രമേ ക്ലീൻ ബൗൾഡ് ആവുള്ളൂ. ഇപ്പോൾ ആ നിയമം മാറ്റിയിട്ട് ക്ലീൻ ബൗൾഡ് പുതിയ രൂപത്തിലായി. അതും കാണേണ്ട കാഴ്ചയാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യം കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ക്ലീൻ ബൗൾഡ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. റീപ്ലേ കാണാം, എന്നാലല്ലേ നമുക്ക് വ്യക്തത വരുത്താൻ പറ്റുള്ളൂ. റീപ്ലേ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മഴ വന്നാലും അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ സർക്കാർ എല്ലാ കരുതലുകളും നടത്തിയിട്ടുണ്ട്. അതാണ് സംഭവം. അപ്പം നമുക്ക് ആദ്യം കണ്ട ആ കണ്ടക്ടറുടെ ഫോണിൻ്റെ ആ ഒരു സംഭവത്തിലോട്ട് വരാം. എന്താണെന്ന് അറിയണമല്ലോ. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ സാറേ. നിങ്ങൾ മൈസൂർ ബസ്സിലെ കണ്ടക്ടറാണോ? അതെ.
നിങ്ങളെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ റിസർവേഷൻകാര്. റിസർവേഷൻകാരോ? അതെ, എന്താ കാര്യം? എന്താ സാറ് ഫോണിൽ പറയുന്നേ? നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അത് തന്നെ. സാറേ അത് മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ആ, അതെ, ഇവിടെ ഈ നമ്മുടെ കോട്ടക്കല്, വളാഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ശക്തമായ ഇടി മിന്നലുമാണേ. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഓൺ ചെയ്ത് പോക്കറ്റിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടി വിട്ട് കഴിഞ്ഞാൽ മരിച്ചു പോകും. ഈ കോഴിക്കോട് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, അവിടെ നിന്ന് വിളിക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും. മരിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരു 5000 രൂപ തരും ശവദാഹത്തിന്. പക്ഷേ ബാക്കി വെള്ളപ്പുതപ്പോ അല്ലെങ്കിൽ ഒരു പുതപ്പിക്കാനുള്ള വെള്ളത്തിന് മേടിക്കാനുള്ള കാശ് എൻ്റെ വീട്ടിലിരിക്കുന്നില്ല. ശമ്പളം കിട്ടട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ജീർണിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭാര്യ എൻ്റെ ഡെഡ് ബോഡി ആയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരും സാറേ. അതുകൊണ്ട് പേടിച്ചിട്ട് ആ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാണ്. ഞാൻ കോഴിക്കോട് ചെല്ലുമ്പോൾ യാത്രക്കാരെ വിളിച്ചോളാം, വണ്ടി കയറ്റിക്കോളാം. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ. പാവം പുള്ളി പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ സമുദായത്തിൽ നിന്ന് ഒരു 5000 രൂപ കിട്ടും. 5000 രൂപ കൊണ്ടൊന്നും ആവില്ലല്ലോ. ഈ വെള്ള പുതപ്പ് അല്ല, നമ്മളെ കോടി വിരിച്ച് കിടത്തണ്ടേ, മൂടി കിടത്തണ്ടേ? അതിന് ഈ ഭാര്യ നാട്ടുകാരുടെ അടുത്ത് തെണ്ടാൻ പോകണം എന്നാണ് പുള്ളി പറയുന്നത്. ഒരു കാരണവശാലും പുള്ളിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.